നമ്മളെ ജീവിക്കാനുള്ള കാരണത്തെ ഫോക്കസ് ചെയ്യുന്നതോറും നമുക്ക് നല്ല കാലം വരും. ഇറ്റ്സ് എൻ അൺഡിനയബിൾ ഫാക്റ്റാണ്. ആർക്കും ഒഴിച്ചു കൂട്ടാൻ പറ്റത്തില്ല. ആര് വിചാരിച്ചാലും ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറ്റുന്നതല്ല ഹൃദയത്തിൻ്റെ സ്പന്ദനം, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ജീവൻ, അല്ലെങ്കിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന കാര്യത്തിനാണ് നമ്മൾ സ്ഥാനം കൊടുക്കുന്നത്. ശാസ്ത്രം കുറേ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നുണ്ട്, ശരിയാ, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ഭാഗം ശാസ്ത്രത്തിന് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ജീവിക്കുന്ന ഭാഗം ആയിട്ടുള്ള ബന്ധം എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉള്ള ഡാമേജ് ശാസ്ത്രത്തിന് ഒരു എക്സ്റ്റെൻഡ് വരെ തിരുത്താം. പക്ഷെ അത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ തിരിച്ചറിവിലല്ലാതെ ഒരു കാരണവശാലും മുന്നോട്ട് പോകില്ല. ഏത് മതവും നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? നന്നായിട്ട് ജീവിക്കാനാണ്. അതിന് മോശമായിട്ട് ജീവിക്കാൻ ഒരു മതവും പഠിപ്പിക്കുന്നില്ല. സയൻസും മെഡിസിനും ഇതെല്ലാം ചെയ്യുന്നതിനാണ് നന്നായിട്ട് ജീവിക്കാനാണ്. അപ്പോൾ നന്നായിട്ട് ജീവിക്കുന്ന അനുഭവം എന്താണെന്ന് കണ്ടെത്തിയില്ലെങ്കിൽ പരസ്പരം ദാമ്പത്യം വിവാഹം കഴിക്കുന്ന എന്തിനാണ്? നന്നായിട്ട് ജീവിക്കാനാണ്. എവിടെ നോക്കിയാലും നന്നായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ റിക്വയർമെൻറ്റ് എല്ലായിടത്തും. പക്ഷെ നന്നായിട്ട് ജീവിക്കുന്നത് എങ്ങനെയാണ്? അതിൽ തുടർച്ചയുണ്ടാ? അതാർക്കുറിയില്ല. നന്നായിട്ട് ജീവിക്കുന്ന അവസ്ഥ ആഹാ. പിന്നെ ഈ നന്നായിട്ട് ജീവിക്കാനുള്ളത് മൊത്തം തലതിരികയും ചെയ്യും. കാരണം അത് കറക്റ്റ് അല്ല. ബലം പിടിക്കുകയല്ലേ വിശ്വാസം വരണം. എന്തുകൊണ്ടാണ്? വിധിച്ചിട്ടുള്ളതുകൊണ്ടാണ്. ജഡ്ജ്മെന്റ് അല്ല, അല്ലെങ്കിൽ വിശ്വാസം വരത്തില്ല. അതങ്ങനെയാണ് എന്ന് എവിടെ തീരുമാനിച്ചോ അവിടെ വിശ്വാസം വന്നു. വിശ്വാസത്തിന്റെ ലക്ഷണമാണ് ജഡ്ജ്മെന്റ്. വിധിക്കുന്ന ആൾക്കാരെല്ലാവരും പെടും. നമ്മളെന്തിനാ വിധിക്കണെന്തിനാണ്? വധിക്കപ്പെടും. വിധിക്കുന്നവനെല്ലാം പ്രശ്നത്തിലാവും. കാരണം വിധിക്കാനിരിക്കുന്നതിനാണ്, ശിക്ഷിക്കാനായിരിക്കുന്നത്. ഈ വിധി മുഴുവനും ശിക്ഷിക്കാനാണ്. മനസ്സിലായി? രക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രക്ഷിക്കാൻ ചെയ്യുന്നതല്ല ഏറ്റവും എളുപ്പം. അപ്പോൾ ഒരു നിരപരാധിയെ രക്ഷിക്കാനാണ് ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ നിരപരാധിയെ ഒരു കുറ്റവാളിയെ ആക്രമിക്കാൻ കാരണം എന്താണ്? ഇയാളുടെ നിരപരാധിത്വം കൊണ്ടല്ല, അയാളുടെ കഴിവില്ലായ്മ കൊണ്ടാണ്. അയാളാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. കുറ്റവാളിയല്ല പ്രശ്നം. ഏറ്റവും കൂടുതൽ നിരപരാധികളാണ് പ്രശ്നം. കാരണം നിരപരാധിത്വം പറഞ്ഞ് അവൻ്റെ അവസ്ഥ ശ്രദ്ധിക്കാണ്ട് നടന്നുകൊണ്ട് ഇവിടെ കുറ്റവാളികളുണ്ടാകുന്ന അങ്ങനെ. മനസ്സിലായ? നിരപരാധിയാണെന്നും പറഞ്ഞ് ഇവൻ മറ്റുള്ളവരുടെ മുമ്പിൽ, ആരുടെ മുമ്പിൽ? വേറെ കുറേ നിരപരാധികളുടെ കൂട്ടത്തിൽ കുറേ നിരപരാധികൾ വിലപിക്കുന്ന, മനസ്സിലായി, ആശങ്കയുള്ള, കുറ്റവാളികളെ ഭയത്തോടി കാണുന്ന, അക്രമത്തെ ഭയത്തോടി കാണുന്ന ഒട്ടനവധി ആൾക്കാരാണ് ഈ കുറ്റവാളികളെയും അക്രമത്തെയും വളർത്തിക്കൊണ്ടുവരുന്നത്. കാരണം ഇവരിലെ പ്രാപ്തിയുടെ ഭാഗത്ത് ഇവർ നിന്നാൽ ഒരാളും അവരെ ആക്രമിക്കാൻ പറ്റത്തില്ല, ചൂഷണം ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പ്രാപ്തിയിൽ നിൽക്കാത്തത് കൊണ്ട് തീർച്ചയായിട്ടും രൂപം കൊണ്ടുവരും. അത് നമുക്കൊരു കുറ്റവാളിയെ നമുക്ക് വിരലിച്ചുണ്ടാകും. പക്ഷെ ഒരു വൈറസിനും ബാക്ടീരിയയും നമ്മളെ ബാധിക്കുന്ന എല്ലാ രോഗത്തിനും കാരണം എന്താണ്? നമ്മുടെ സ്ഥാനം നമ്മൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മുടെ പ്രാപ്തിയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അക്രമാസക്തരായിട്ടുള്ള ആൾക്കാർ നമ്മളെ ബാധിക്കത്തില്ല. വിലപിക്കുന്നതും വികലമായിട്ടുള്ള മാനസികാവസ്ഥ ഉള്ളവരും ഒന്നും നമ്മളെ സ്വാധീനിക്കാൻ പോണില്ല. നമ്മൾ സഹായിക്കുകയല്ല വേണ്ടത്, നമ്മൾ പ്രാപ്തി നിലനിർത്തിക്കൊണ്ടുവന്ന ഭാഗമാണ് പുറത്തോട്ട് പ്രദർശിപ്പിക്കുകയാണ് വേണ്ടത്. നമ്മളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടത്. അയോഗ്യനായിട്ട് ഉള്ളിൽ വലിഞ്ഞിരിക്കുകയല്ല വേണ്ടത്, പ്രദർശിപ്പിക്കുക. ഞാനിങ്ങനെയാണ്, ഞാൻ ഇന്നതാണ്, ഞാനെന്ന് പറഞ്ഞതാണ്. ആ അഹങ്കാരമെങ്കിൽ അഹങ്കാരം, സ്വാർത്ഥതയെങ്കിൽ സ്വാർത്ഥത. അതിലൂടെ അവനവൻ്റെ സവിശേഷത തിരിച്ചറിയുക. ഇത് സ്വാർത്ഥനുമാകത്തില്ല, അഹങ്കാരിയാകത്തില്ല, സഹാനുഭൂതിയായിട്ടുള്ള നല്ല മനുഷ്യനായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കും. പക്ഷെ ഇവൻ്റെ ഉള്ളിൽ മുഴുവൻ വൃത്തികേടാ. അവൻ്റെ പണിയും കിട്ടും. ഉള്ള വൃത്തിയുടെ മാനിഫെസ്റ്റ് ചെയ്യുക. അതിന് പരിഹാരം എപ്പോഴേ വരത്തുള്ളൂ. വൃത്തിയുടെ ഉള്ളിൽ അമർത്തി വെച്ചിട്ട് നല്ലവൻ ചമ്മ നടന്നു കഴിഞ്ഞാൽ ചമ്മയിൽ മാത്രമേ ഉണ്ടാവൂ. മനസ്സിലായി? യാഥാർത്ഥ്യത്തെ തുറന്നു വരിക.